നമസ്കാരം, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഒക്കെ വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം തരാൻ പറ്റുന്ന അത്രയും തരിക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് രാവിലെ 7:30 കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ 6 മണിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ. +2 കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. സോ ഓരോ ടീച്ചേഴ്സും നിങ്ങൾക്ക് വേണ്ടി അത്രയധികം കഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അതിന്റെ റിസൾട്ട് നിങ്ങൾ തരിക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എത്തിക്കുക. ഈ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടണം എന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം ഇത് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതാണ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്. എല്ലാ കുട്ടികൾക്കും അയച്ചു കൊടുക്കുക. 10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും മാക്സിമം അവർക്കൊണ്ടാവുന്ന അത്രയും അവർ പഠിച്ചുകൊണ്ട് അവർക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. ഏറ്റവും മികച്ച സ്കൂളുകളിൽ അവർക്ക് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടട്ടെ എന്ന ഒറ്റ പ്രാർത്ഥന മാത്രമാണുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. വീഡിയോ മുഴുവനും കാണുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ സീരീസ് ആണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. ബയോളജി അതിൽ ഇൻക്ലൂഡഡ് അല്ല, മാത്സ്. ഈ 3 സബ്ജക്റ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ഇക്വേഷൻസ് വരുന്നത്. അപ്പൊ ഈ ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇക്വേഷൻസ് മാത്രമായിട്ട് കിട്ടാനോ പല ആൾക്കാർ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. സോ ഈ 3 സബ്ജക്റ്റുകളിലെയും എല്ലാ ഇക്വേഷൻസും, എല്ലാ ചാപ്റ്ററിലെ ഇക്വേഷൻസ് ഒരു വീഡിയോയിലായിട്ട് കൊണ്ട് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെ ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആ ഇക്വേഷൻസ് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങളുടെ പഠിക്കുന്ന ഡെസ്കിന്റെ മുകളിൽ ഒട്ടിച്ചു വെക്കുക. പറ്റുകയാണെങ്കിൽ ആ ഒട്ടിച്ചു വെച്ച ഫോട്ടോ എനിക്കൊന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയോ ഏതെങ്കിലും വഴി നിങ്ങൾ അയച്ചു തരിക. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആവുന്ന പ്രതീക്ഷയാണ്. ഇനി നിങ്ങൾ അയച്ചു തന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന ഉറപ്പ് നിങ്ങൾ വരുത്തിയാൽ മതി കേട്ടോ. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാൻ നമുക്ക് നേരെ മുന്നോട്ട് പോകാം. സോ പ്രിയപ്പെട്ട മക്കളെ, ചാപ്റ്റർ 5 ട്രിഗണോമെട്രിയിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് ആദ്യം നോക്കാം. ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കാനുള്ളത് ഈ ടോപ്പിക്കാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഇത് മിസ്സാക്കരുത്. കാരണം ഒരുപാട് മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ്. 30:60:90 എന്ന് പറയുന്ന ഏറ്റവും ആദ്യത്തെ ഇക്വേഷൻ, അല്ലെങ്കിൽ ആദ്യത്തെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം. ഒരു ട്രയാങ്കിളിന്റെ ആംഗിളുകൾ 30:60:90 ആണ് എങ്കിൽ അതിന്റെ സൈഡ് എപ്പോഴും 30-ന് ഓപ്പോസിറ്റ് 1, 60-ന് ഓപ്പോസിറ്റ് √3, 90-ന് ഓപ്പോസിറ്റ് 2 എന്ന രീതിയിലായിരിക്കും. ഇപ്പൊ 30-ന് ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 2√3 and 4 അതിന്റെ ഇരട്ടി, ആ രീതിയിലാണ് വരിക. അപ്പൊ ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എടുക്കുക. അതിൽ ട്രിഗണോമെട്രിയുടെ ഫസ്റ്റ് പാർട്ട് ലൈവ് കണ്ടാൽ മതി. അതിൽ ഈ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാ A+ ലെവൽ ചോദ്യങ്ങൾ വരെ അതിലുണ്ട്. രണ്ടാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ 1:1:√2 എന്ന് പറയുന്ന ഈ കാണുന്ന ട്രയാങ്കിൾ ആണ്. അതായത് 45:45:90 ആണ് ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ എങ്കിൽ അതിന്റെ സൈഡിന്റെ റേഷ്യോ വരുന്നത് 1:1:√2 എന്ന് പറയുന്ന രീതിയിലാണ്. അതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. മൂന്നാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മറ്റാരും അല്ല, അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സൈനും കോസും ടാനുമാണ്. അങ്ങനെ 3 കാര്യങ്ങളാണ് ഞാനിപ്പോ ഇവിടെ നിങ്ങൾ ഓർമ്മിപ്പിച്ചത്. ആ 3 കാര്യങ്ങൾ ഓർത്തു വെക്കാൻ, മൂന്നാമത്തെ ഈ കാണുന്ന ഇക്വേഷൻ ഓർത്തു വെക്കാൻ മലയാളം മീഡിയം കുട്ടികൾക്കും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും സ്പെഷ്യൽ ട്രിക്കുകൾ ഉണ്ട്. മക്കളെ, ഏറ്റവും ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ഓർത്തു വെക്കുക. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പട്ന്യൂസ് അഥവാ എതിർ വശം ബൈ കർണമാണ്. ഓക്കെ. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സമീപ വശം ബൈ കർണം ഹൈപ്പട്ന്യൂസ്, അഡ്ജസന്റ് ബൈ ഹൈപ്പട്ന്യൂസ് അഥവാ സമീപ വശം ബൈ കർണമാണ്. ആൻഡ് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് അഥവാ എതിർവശം ബൈ സമീപവശം. അപ്പൊ ഈ കാണുന്ന 3 ഇക്വേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാരണവശാലും നിങ്ങൾ ഇത് മിസ്സാക്കാൻ പാടില്ല കേട്ടോ. അപ്പോ സോകാട്ടോ, ഇംഗ്ലീഷ് മീഡിയക്കാർക്കാണെങ്കിൽ സോകാട്ടോ സൈൻ എക്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പട്ന്യൂസ്. മലയാളം മീഡിയക്കാർക്കാണെങ്കിൽ എന്ത് കഴിച്ചു, സമൂസ കഴിച്ചു, എനിക്കും സമൂസ വേണം, അങ്ങനെയൊക്കെ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കാം. എക, എസ, സക എന്നൊക്കെ നിങ്ങൾ പഠിക്കാം. അപ്പൊ ഏത് രീതിയിൽ പഠിച്ചാലും ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത് ബേസ് ചെയ്തുകൊണ്ട് എന്തായാലും ചോദ്യങ്ങൾ വരും. ഇത് ബേസ് ചെയ്ത ചോദ്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ട്രിഗണോമെട്രിയുടെ സെക്കൻഡ് പാർട്ട് കണ്ടാൽ മതി. അതിൽ ഈ ടോപ്പിക്കായിട്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. സോ ഈ സെയിം ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാത്ത കുറച്ച് വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ 9 വാല്യൂസ്. ഓക്കെ. അപ്പൊ നിങ്ങളോട് പറയാണ്, സൈൻ 30 എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രയാങ്കിൾ വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സൈൻ 30 എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണം അഥവാ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് ആണ്. അതാണ് സൈൻ 30. ഓക്കെ. ഇനി നിങ്ങൾക്ക് സൈൻ 60 കണ്ടുപിടിക്കണമെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് അഥവാ എതിർവശം ബൈ കർണം സൈൻ 60. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് വാല്യൂസ് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ബൈഹാർട്ട് ചെയ്യാതെ തന്നെ പഠിക്കാൻ പറ്റും. ഈ ട്രയാങ്കിളും ഈ ഇക്വേഷനും അറിയാമെങ്കിൽ.
ഓക്കെ, ഇപ്പൊ എത്ര കാര്യങ്ങൾ പഠിച്ചു? 30, 60, 90 പഠിച്ചു, 45, 45, 90 പഠിച്ചു, സൈന്, കോസ്, ടാന് പഠിച്ചു. 3 കാര്യങ്ങൾ പഠിച്ചു. ഇനി 2 കാര്യം കൂടി പഠിച്ചാൽ ചാപ്റ്റർ കഴിഞ്ഞു. ആ 4ാമത്തെ കാര്യത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് മക്കളെ. ഏറ്റവും രസകരമായുള്ള 5 കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. അടുത്ത രസകരമായുള്ള ഒരു ചിത്രമാണ്. ഈ ചിത്രം ഒരുപക്ഷെ പല സ്കൂളിലും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ചിത്രം പഠിക്കേണ്ട ആവശ്യമല്ല. പകരം ഞാൻ ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ചിത്രം കാണിച്ചു തരാം. ഈ ചിത്രം വെച്ചിട്ട് ഇക്വേഷൻ എഴുതുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരു ചിത്രം തരും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചിത്രം തരും. ഓക്കെ, എന്താണ് സർക്കിൾ തരാ? ഒരു സർക്കിൾ തരും. ആ സർക്കിളിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ തരും. ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡും തരും. ആ ട്രയാങ്കിൾ ഒന്നെങ്കിൽ ഈ കാണുന്ന ആംഗിൾ തരും, അല്ലെങ്കിൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ആംഗിൾ തരും. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് 2 ചോദ്യം. ഒന്നെങ്കിൽ ഇതിന്റെ റേഡിയസ് എത്ര, അല്ലെങ്കിൽ ഇതിന്റെ ഡയമീറ്റർ എത്ര, വ്യാസം എത്ര. ഒന്നെങ്കിൽ ആരം എത്ര, അല്ലെങ്കിൽ വ്യാസം എത്ര. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും ഈ ടോപ്പിക്കിൽ നിന്ന് ഉണ്ടാവുക. ഈ രണ്ടിൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ആ ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കാണുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം എന്നില്ല. ഇത് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. രണ്ടും നിങ്ങൾക്ക് ചെയ്യാം. ലെങ്ത് ഓഫ് എ കോഡ് ഓഫ് സെൻട്രൽ ആംഗിൾ എക്സ്. ഈ കാണുന്ന ടോപ്പിക് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന എ കണ്ടുപിടിക്കണമെങ്കിൽ, ഓക്കെ, ഈ കാണുന്ന എ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? നമുക്ക് ഈ കാണുന്ന കോഡ് അഥവാ ഞാനാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഈ കാണുന്ന എ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 2r into sin x by 2. a is equal to 2r into sin x by 2. എന്തുകൊണ്ടാണ് x by 2 എടുക്കാൻ കാരണം എന്നറിയോ? നമ്മൾ എടുക്കുന്ന ആംഗിൾ എപ്പോഴും ഈ കാണുന്ന ആംഗിൾ ആണ് എടുക്കുക. ഇത് x ഡിഗ്രി ആണെങ്കിൽ ഇത് x by 2. അപ്പൊ ഇങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ പഠിക്കാൻ ഒരു കുഴപ്പമില്ല. ചില ആൾക്കാർ സി ഡിഗ്രി നേതും c/2 എന്ന് പഠിക്കും. രണ്ടും സെയിം ആണ് കേട്ടോ. രണ്ടും എന്താണ്? സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇത് ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ അതിനേക്കാൾ നല്ലത് ഈ ഇക്വേഷൻ പഠിക്കുന്നതാണ്. അതായത് ഒരു ചിത്രം, ആ ചിത്രത്തിലുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ, അത് ഇമ്പോർട്ടന്റ് ആ, ഓപ്പോസിറ്റ് ആംഗിളെ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ കാണുന്ന ഓപ്പോസിറ്റ് ആംഗിൾ എക്സ് ആണെങ്കിൽ അതിന്റെ സെൻട്രൽ ആംഗിൾ 2x ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളും അറിയാമെങ്കിൽ അങ്ങനെ എന്തായാലും തരും കേട്ടോ. അതെന്തായാലും തരും. ആ കാണുന്ന സർക്കിളിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. 2r = a by sin x. ഡയമീറ്റർ, വ്യാസം 2r = a by sin x. ഇനി റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ r = a by 2 sin x. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്നും a കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു സൈഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ a = r into, അല്ലെങ്കിൽ ഇവിടുന്ന് എടുക്കാം, a ഇവിടുന്ന് കണ്ടുപിടിക്കാം, 2r into sin x. a is equal to 2r into sin x, or a equal to 2r into sin x. അതന്നെ 2r into sin x, രണ്ടാണെങ്കിലും സെയിം, 2r into sin x. ഓക്കെ, ഇത്രേ ഉള്ളൂ. 2r into sin x, ഓർ വേണ്ട, ഇത്രേ ഉള്ളൂ. ഓക്കെ, 2r into sin x. a equal to എന്താണ്? 2r into sin x. ഇവിടെ sin x വരാൻ കാരണം ഞാൻ ഇവിടെയുള്ള ആംഗിൾ ആണ് എക്സ് ആക്കി എടുത്തത്. അതിന് പകരം ഞാൻ ഇവിടെ ആയിരുന്നു എക്സ് ആക്കി എടുത്തതെങ്കിൽ അതെന്താവുമായിരുന്നു? sin x by 2 ആവുമായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുക. സെയിം എന്നാണ് ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിമ്പിൾ ആക്കിയത് കേട്ടോ. അപ്പൊ ഈ റിപ്പീറ്റ് അഗൈൻ പരീക്ഷയ്ക്ക് മിക്കവാറും ഇന്ന് ഇതുപോലെ തന്നെ ചിത്രമായിരിക്കും. സെൻട്രൽ ആംഗിളിനേക്കാൾ കൂടുതൽ പരീക്ഷയ്ക്ക് വരാറുള്ളത് ഈ സെയിം ചിത്രം തന്നെയാണ്. അപ്പൊ സെൻട്രൽ ആംഗിൾ പഠിച്ചു പോയാലും കുഴപ്പമില്ല, ഇങ്ങനാലും കുഴപ്പമില്ല. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ കാര്യം കൂടി നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പേ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇതൊരു ക്വിക്ക് റിവിഷൻ ആയിട്ടുണ്ടോ, ഇക്വേഷൻ എല്ലാം പെട്ടെന്ന് ഓർക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു കമന്റ് നിങ്ങൾ രേഖപ്പെടുത്തണം. കാരണം നിങ്ങളുടെ കമന്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി തരുന്നത്. ഇതുപോലെ മറ്റ് ചാപ്റ്ററിന്റെ ആവശ്യമുണ്ട് എങ്കിൽ ഏത് ചാപ്റ്ററിനാണ് നിങ്ങൾക്ക് ആവശ്യം കൂടി ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് ഇതുപോലെ ഓർഡറിൽ തരാനാണ്. ആദ്യം ചാപ്റ്റർ 5 ക്രിസ്മസ് എക്സാമിനുള്ള ചാപ്റ്ററുകളായിട്ടുള്ള ചാപ്റ്റർ 5, ചാപ്റ്റർ 6, ചാപ്റ്റർ 7, ചാപ്റ്റർ 8, ചാപ്റ്റർ 9, അങ്ങനെ ഈ 5 ചാപ്റ്റർ ഓർഡറിൽ തരാനാണ് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആക്കാം. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ചാപ്റ്റർ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ഇപ്പോ ജസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഓർഡറിൽ കിട്ടും കേട്ടോ. അടുത്തായിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, തന്നിരിക്കുന്ന സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് ആംഗിൾ, അതാണ് 2r. 2r = a by, ഇവിടെ ആംഗിൾ തരാതെ കൊണ്ട് sin a എന്ന് എഴുതാം. ഇതന്നെ നമുക്ക് മറ്റ് സൈഡുകൾ വെച്ച് എഴുതാം. 2r = b by sin b, 2r = c by sin c. അതാണ് ഇവിടെ എഴുതിയത് കേട്ടോ. 2r = a by sin a, b by sin b, c by sin c. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ. ഏത് സൈഡ് വേണമെങ്കിൽ നമുക്ക് അതിൽ എന്താക്കാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ട്രിഗണോമെട്രിയുടെ പാർട്ട് 3 പോയി കണ്ടാൽ മതി കേട്ടോ.
പാർട്ട് 2 അല്ലെ പാർട്ട് 3 അതിൽ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ അതിൽ ചെയ്യുക. ഇതൊരു കുഞ്ഞു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇക്വേഷൻസ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു ക്വിക്ക് ഇക്വേഷൻ റിവിഷൻ. മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, അടുത്തൊരു ടോപ്പിക് നോക്കാം. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഒരു പാരലലോഗ്രാം തരും, എന്നിട്ട് അതിന്റെ 2 അഡ്ജസന്റ് സൈഡുകളും തരും, 2 അഡ്ജസന്റ് സൈഡും തരും, അതിന്റെ ഇടയിലുള്ള ആംഗിൾ തരും. അത് വെരി ഇമ്പോർട്ടന്റ്. അത് 3 അറിയണം. അത് 3 തരികയും ചെയ്യും, അത് 3 നമുക്ക് എന്താക്കുകയും വേണം, അറിയുകയും വേണം. 2 അഡ്ജസന്റ് സൈഡും തരും, അതിന്റെ ഇടയിലുള്ള ആംഗിളും തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര, അഥവാ ഇതിന്റെ ലംബ ദൂരം എത്ര എന്നായിരിക്കും. മക്കളെ ഒരു പണിയില്ല, ഏത് ചോദ്യമാണെങ്കിലും ഈ കാണുന്ന സൈഡ് അത് ഏത് അക്ഷരം എടുക്കാം. നിങ്ങൾക്ക് വേണേൽ ഇതിനെ എ എന്ന് എടുക്കാം, ഇതിനെ ബി എന്ന് എടുക്കാം, ഒരു കുഴപ്പമില്ല. ശ്രദ്ധിക്കേണ്ട എത്ര ഉള്ളൂ, ഇതിനെയാണ് ബി എന്ന് എടുക്കുന്നതെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ബി സൈൻ എക്സ് ആണ്. അതായത് ഇതാണ് ഹൈപ്പട്ന്യൂസ് ആയിട്ട് വരിക. ഇത് ഇൻറ്റു സൈൻ ആംഗിൾ ആണ് അതിന്റെ ഹൈറ്റ്. ഓക്കെ, അതിന്റെ ഏരിയ കാണാൻ നമുക്കറിയാം, പാദം ഇൻറ്റു ഉയരം, ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഈ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് എഴുതിയത്, എ സൈൻ എക്സ് എന്ന് എഴുതിയത്. ഓക്കെ, ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ സൈൻ എക്സ് ആണ്. ഇത് ഇൻറ്റു സൈൻ എക്സ്, കോസ് അല്ല സൈൻ ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബേസ് ഇൻറ്റു ഹൈറ്റ്, ബി ഇൻറ്റു എ ഇൻറ്റു സൈൻ എക്സ്, അതാണ് എ ബി സൈൻ എക്സ്. ഓക്കെ, ഈ സെയിം ഐഡിയ തന്നെയാണ് ട്രയാങ്കിൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ട്രയാങ്കിളും ഇതേപോലെ 2 സൈഡ് തരും. എന്നിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിന്റെ ഹൈറ്റ് കാണാനായിരിക്കും. ഇതിന്റെ ഹൈറ്റ് കാണാൻ സെയിം ഐഡിയ തന്നെ, എ ഇൻറ്റു സൈൻ എക്സ്. അതന്നെ സെയിം ഐഡിയ, ഇതിന്റെ അതേ ഐഡിയ. ഇവിടെ എ ആണെങ്കിൽ എ, ബി ആണെ ബി, സി ആണെ സി, ഏതും ആയിക്കോട്ടെ. ഈ കാണുന്ന സൈഡ് ഇൻറ്റു സൈൻ എക്സ് ആണ് നമ്മുടെ ഹൈറ്റ്. ഇനി അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എ സൈൻ എക്സ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, എ സൈൻ എക്സ്, ഹാഫ് എ ബി സൈൻ എക്സ്. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ആംഗിൾ ഓഫ് എലവേഷൻ ആൻഡ് ഡിപ്രഷൻ ആണ്. അതിൽ ഇക്വേഷൻസ് ഒന്നും തന്നെ നിങ്ങൾക്ക് പഠിക്കാനില്ല, അതിൽ കോൺസെപ്റ്റ് ഓറിയന്റഡ് ചോദ്യങ്ങൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സോ ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ലൈവിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആംഗിൾ ഓഫ് എലവേഷൻ ആൻഡ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലൈവ് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് പോയിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക് അവസാനിപ്പിക്കുകയാണ്. മക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ മുഴുവൻ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ ചിത്രം ഒന്നും അങ്ങനെ തന്നെ നിങ്ങൾ വരച്ച് പഠിക്കണം എന്നില്ല. ജസ്റ്റ് ഒരു ചിത്രം വരയ്ക്കുക, ഈ ഒരു ചിത്രം വരയ്ക്കുക, ഈ ഇക്വേഷൻ എഴുതിയാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇതുപോലെ കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കൂടെ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് A+ കിട്ടുന്നത് വരെ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.